ഒരുപാട് സിനിമ റിലീസിന് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ നിൽക്കുകയാണ് ധ്യാൻ ശ്രീനിവാസിന്റെ മൂവി വരാനായിട്ട്. ഇത്ര അധികം മൂവീസ് വന്നാലും എനിക്ക് തോന്നുന്നു ധ്യാനിന്റെ മൂവിയെക്കാട്ടിലും ഭയങ്കര റീച്ചാണ് ഒരു ഡേയില് ധ്യാന്റെ ഇന്റർവ്യൂ കാണുമ്പോൾ, അല്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ. ഇതിനകം തന്നെ ധ്യാൻ ഒരുപാട് ഇന്റർവ്യൂസ് നമ്മുടെ ചാനൽ ഉൾപ്പെടെ പലർക്കും കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി ധ്യാന്റെ ആണല്ലേ. അപ്പൊ കഥകൾ ഇങ്ങനെ ഉണ്ടാക്കുവാണോ? അങ്ങനല്ല പറഞ്ഞത്. ഓൾറെഡി ലൈഫിൽ നടന്നത് മൊത്തം കുറെ ഇന്റർവ്യൂ കൊണ്ട് കഴിഞ്ഞു. അതപ്പോ അടുത്തത് തരാനുള്ള ഗ്യാപ്പ് കൊടുക്കാൻ ഓരോ ദിവസങ്ങളിൽ സ്പേസ് വേണ്ട കൊച്ചിനുണ്ടാക്കി. ഒരു കാര്യം ചെയ്യും, എന്നെ നിങ്ങളുടെ ചാനലിന്റെ ചെലവിൽ എവിടെയെങ്കിലും ഒരു തായ്ലൻഡിലോ ഒരു പോളണ്ടിലോ എല്ലാം വിട്. എവിടെ പോയാലോ? പിന്നെവിടെ ഇഷ്ടം? എത്ര ഇന്റർവ്യൂ വന്നാലും പുതിയതായിട്ട് അടുത്ത് വന്ന അപ്പൊ തന്നെ ജനങ്ങളെല്ലാം ഇരുന്ന് കാണുന്നത് മില്യൺ വ്യൂസ്. ഒരാള് പോലും സിനിമ കാണാറില്ലല്ലോ. ഇപ്പൊ ഈ കാലിബേഴ്സിലൂടെ ഇന്റർവ്യൂ കാണുന്നത് പോലെ തന്നെ സിനിമയും കാണുന്ന അവസ്ഥയിലേക്ക് എത്തുമോ? ഈ ഒരൊറ്റ മൂവി വരാൻ പോകുന്ന സിനിമകളൊക്കെ വിനീതേട്ടൻ കൈമീട്ടൊക്കെ തരുമോ? പുള്ളിയല്ല ഏകദേശം നമുക്കൊക്കെ ഇങ്ങോട്ട് കിട്ടലാണല്ലോ. അപ്പൊ പുള്ളിയും ഇങ്ങനെ നിൽക്കുകയായിരിക്കും നമ്മുടെ കൂടെ തന്നെ. ഒരു വരുമാനം ഇല്ലാതെ അന്ന് ചേട്ടൻ സ്കൂളിൽ പഠിക്കുകയാണല്ലോ, ഞാൻ സ്കൂളിൽ പഠിക്കുന്നത്. അപ്പൊ പുള്ളി അങ്ങനെ അന്ന് തന്നിരുന്നില്ല, ഇന്നും തരുന്നില്ല. എനിക്ക് ധ്യാൻ ചേട്ടനെ കണ്ട് എല്ലാവരും കണ്ടും കൂടുതൽ ചേച്ചിക്ക് അറിയാം. കാരണം കാണുന്നതാണ് ചെറുപ്പത്തില്. അല്ലേ? അല്ല അല്ലേ? എന്റെ ചെറുപ്പം മുതലേ ഞാൻ കാണുന്നു. അവരവരുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് വേണം കൈനീട്ടം കൊടുക്കാൻ. ഇപ്പൊ ഞാൻ നിനക്കൊരു കൈനീട്ടം തരുവാണ്, ഞാൻ മിനിമം എന്ത് തരും? എന്ത് തരും? പറ, ഒരു എമൗണ്ട് പറ. ഒരു 5000 അത് തരും. അല്ല, തന്നേനെയാണ്. സിനിമ നല്ലതാണെങ്കിൽ ഇപ്പൊ ഞാൻ എപ്പോഴും എന്റെ കൂടെ, ഞാൻ അസിസ്റ്റന്റ് സജി ഉണ്ട് എന്റെ കൂടെ, സജിനോട് ഞാൻ ചോദിക്കും, നമുക്ക് എന്നോട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ചേട്ടൻ നടക്കാനോട് പറഞ്ഞു, നിനക്ക് ഓടാനൊരു നല്ല സിനിമ ഉണ്ടെങ്കിൽ നീ സ്റ്റാർ ആണ് സ്റ്റാർ. അപ്പൊ ചോദിക്കുന്നത് ഓടാൻ വല്ലതും ഉണ്ടോ? ഇല്ല. അടുത്തത്, കയ്യിലുള്ള കഥകളുടെ സ്റ്റോക്ക് കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ ഇന്റർവ്യൂവിൽ എന്ത് പറയുന്ന ഓർത്ത് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും നമ്മുടെ സെലിബ്രിറ്റി ക്രിക്കറ്റിന്റെ പരിപാടിയിലോ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ ഒന്ന് കളിക്കാൻ ഒരു ആഗ്രഹം? ക്രിക്കറ്റ് കളിക്കണം തോന്നിയിരുന്നു. നമ്മളിപ്പം സെലിബ്രിറ്റി ലീഗ് ഒക്കെ വരുന്നുണ്ടല്ലോ. എനിക്ക് ജയിക്കുന്ന ടീമിൽ കളിക്കാനാണ് ആഗ്രഹം. ഈ സിനിമ കാണുമ്പോൾ പ്രേക്ഷകരോട് എന്താ പറയുന്നത്? അതും ചേച്ചി പറയും. നേരത്തെ ചേട്ടനോട് പറഞ്ഞത്. നേരത്തെ ചേട്ടനോട് എല്ലാവരും ധ്യാനൂട്ടന്റെ ഇന്റർവ്യൂ കണ്ട് വിജയിപ്പിക്കുന്നത് പോലെ ഈ സിനിമയും കണ്ട് വിജയിപ്പിക്കണം. അതാണ് ഒരുപാട് പേരുടെ സ്വപ്നങ്ങളാണ്. ഈ പടം കണ്ട് വിജയിപ്പിച്ചില്ലെങ്കിലും ഇന്റർവ്യൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.